മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 3 ദിവസം മുമ്പ് മാതൃഭൂമിയിൽ ചെറിയൊരു വാർത്ത കണ്ടു. വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രഖ്യാപനമാണ്. ഘർ വാപസി എന്ന വലിയ ഒരു മൂവ്മെന്റിന് എല്ലാവിധ സഹകരണവും സപ്പോർട്ടും നൽകിക്കൊണ്ട് അതിഗംഭീരമായ തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനം. ഘർ വാപസി തുടങ്ങിയത് ശ്രീനാരായണ ഗുരുദേവനാണെന്നും അത് SNDP പണ്ട് മുതൽക്കേ അനുശാസിച്ചു വരുന്നതാണെന്നും ഏത് മതത്തിലുള്ളവർക്കും SNDPയിൽ വന്ന് ഗുരുദേവന്റെ പാദങ്ങൾ പിന്തുടർന്ന് ഈ സമുദായത്തിലെ അംഗങ്ങളാവാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഈ സമുദായത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു യജ്ഞമായിട്ടെടുത്തിരിക്കുകയാണെന്നും ആർക്കു വേണമെങ്കിലും വരാമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല, ഈ ഘർ വാപസി നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു വരുന്ന സനാതന ധർമ്മത്തിൽ നിന്ന് പോയവര് അവർക്കുണ്ടായ അബദ്ധവും തെറ്റും മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്നവരെ സ്വീകരിക്കാൻ നൂറ്റാണ്ടായിട്ട് മുൻകൈയെടുത്തത് ശ്രീനാരായണ ഗുരുദേവനാണെന്നും അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ അദ്ദേഹം പറയുകയും ആ പരാവർത്തനത്തെ എതിർക്കുന്നവര് എന്തുകൊണ്ട് ഹിന്ദുക്കളെ അങ്ങോട്ട് മതം മാറ്റുമ്പോൾ എതിർക്കുന്നില്ല, ഇങ്ങോട്ട് അവർ വരുമ്പോൾ മാത്രം എതിർക്കുന്നതിന്റെ പുറകില് അവർ ISIയിൽ നിന്ന് പൈസ വാങ്ങിക്കുകയോ CIA-യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയോ ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ അത് ചെയ്യുന്നതെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തില് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, തിരിച്ചു വരുന്നവർക്ക് സമുദായത്തിലും ഹിന്ദു സമൂഹത്തിലും പൂർണ്ണ സംരക്ഷണവും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ആ സന്ദേശത്തിന് പൂർണ്ണമായിട്ടും സമഞ്ജസമാണ്, കോംപ്ലിമെന്ററിയാണ്. ഈ പാറശാല, കളിയിക്കാവിള, ധനുവച്ചപുരം, കാട്ടാക്കട, അമ്പൂരി, ഊരമ്പ്, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം മുതൽക്ക് തെക്കേ അറ്റം മുതൽക്ക് ചെങ്ങന്നൂര് വരെ ശ്രീനാരായണ ഗുരുദേവൻ നടന്നും കാളവണ്ടിയിലും വില്ലുവണ്ടിയിലും പോയും ഈ ഹിന്ദു സമുദായത്തിൽ നിന്ന് മതം മാറിയവരെ പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഹിന്ദു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങള് പിഴുതു മാറ്റി അവിടെ കുരിശ് വെച്ചപ്പോൾ ആരാണോ അവിടെ കുരിശ് വെച്ചത് ആ ഈഴവ സമുദായത്തിലെ വ്യക്തികളെ കൊണ്ട് കുരിശ് മാറ്റി വൈദിക ദേവതകളെ ഈ പ്രദേശത്തെല്ലാമുള്ള ക്ഷേത്രങ്ങളില് പ്രതിഷ്ഠിപ്പിച്ചു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ ശരിക്ക് കൃഷ്ണനാശാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ചട്ടമ്പി സ്വാമികള് ക്രിസ്തുമതച്ഛേദനം പഠിപ്പിച്ച് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്യുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കാനും ബൈബിൾ ഉപയോഗിച്ച് തന്നെ കൗണ്ടർ ചെയ്യാനും കൃഷ്ണനാശാനെ പഠിപ്പിച്ച് ആ കൃഷ്ണനാശാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിൽ നിന്നപ്പോൾ അവിടെ നിന്നവരെ എല്ലാവരെയും സാക്ഷി നിർത്തി ഗുരുദേവൻ പറഞ്ഞത്, ഈ കൃഷ്ണനില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്നായിരുന്നു. ആ കൃഷ്ണനാശാനെ നിരന്തരം നാരായണ ഗുരുദേവൻ പ്രോത്സാഹിപ്പിച്ചു. അങ്ങോട്ട് മതം മാറിയവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വരി ഗുരുദേവൻ പറഞ്ഞത് മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ
നിങ്ങൾ സനാതന ധർമ്മത്തിലേക്ക് മതം മാറാനാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളും എഴുതിയ ലേഖനങ്ങളും ചെയ്ത പ്രവൃത്തികളും പഠിപ്പിച്ചതുമെല്ലാം 100% ഹൈന്ദവ ജനതയുടെ ഭാരതീയ പൈതൃകത്തിന്റെ വൈദിക സന്ദേശങ്ങളായിരുന്നു. അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനും SNDP ശാഖകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സന്തോഷമുണ്ട്. മാതൃഭൂമി ആലപ്പുഴ എഡീഷനില് വളരെ വലിയൊരു വാർത്ത വെള്ളാപ്പള്ളിയുടേതായിട്ട് വന്നത്, ഇനി മുതൽക്ക് ക്ഷേത്രങ്ങളില് ആനയും വെടിക്കെട്ടും നമ്മൾ നിരാകരിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ്, കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന്. 6 ആനകളെ ബുക്ക് ചെയ്തത് അത് വേണ്ടെന്ന് വെച്ചു, വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചു, സ്വർണ്ണ കൊടിമരം വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ കേരളത്തില് ധാർമ്മികമായിട്ടും ഒരു തരത്തിലും മതപരമായിട്ടും സനാതന ധർമ്മപരമായിട്ടും ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളും ദുരാചാരങ്ങളിലും നിരാകരിക്കുന്ന വിധത്തിലും വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന ആ മഹത്തായ സ്റ്റെപ്പുകള്, കർമ്മ പദ്ധതികള് ഏറ്റവും അഭികാമ്യമായിട്ട് സന്തോഷം തോന്നുന്നു. ഞാൻ 2-3 പ്രാവശ്യം യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ചെന്നപ്പോ ഞാനൊരു വരി പറഞ്ഞിരുന്നു. ഇവിടത്തെ ശ്രീനാരായണ ഗുരുദേവനെയോ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ ഭഗവത്ഗീതയോ ഭാഗവതമോ വേദമോ ഇവിടെ ജനിച്ചു വളർന്ന് മരിക്കുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും എടുത്തിട്ടില്ല. ഈ നാട്ടില് ഒരു പൈതൃകത്തെയും ഒരു ദേവതാ സങ്കല്പത്തെയും ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്രങ്ങളിൽ ഈ കുരിശും കാബയും വെക്കുന്നത് എന്ന് വെള്ളാപ്പള്ളിയോട് നേരിട്ട് ചോദിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോ വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറഞ്ഞത്, ഡോക്ടർ പൊക്കോ, ഇനിയുള്ളത് ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു. ആ 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂറിനുള്ളില് കേരളത്തിലെമ്പാടുമുള്ള ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിൽ നിന്ന് കുരിശും കാബയും ചന്ദ്രകലയും നക്ഷത്രവും മാറ്റാൻ വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശം കൊടുത്തത് സമുദായാംഗങ്ങളെ സ്വീകരിക്കുകയും നല്ല ഹിന്ദുക്കളെ പോലെ തന്നെ ഇന്ന് കേരളമെമ്പാടുമുള്ള ഈഴവര് അവര് പണ്ട് അനുഭവിച്ച സവർണരുടെ ആ കീഴിൽ അനുഭവിച്ച വേദനകൾ മറന്ന് ഒരു ഹിന്ദു ഐക്യത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആ സംഘടനയുടെ നേതാവിന് ശരിക്ക് പുഷ്പാർച്ചന മനസ്സുകൊണ്ട് നടത്തുന്നു. അദ്ദേഹം ഇനിയും നമ്മുടെ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല പ്രതിഷേധിക്കാനോ നിഷേധിക്കാനോ ധാർഷ്ട്യത്തോടുകൂടി മറ്റുള്ളവർക്കെതിരെ പെരുമാറാനോ ഒന്നുമല്ല, നമ്മുടെ ധർമ്മത്തിൽ നിന്ന് പോയവരെ ധാർമ്മികമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കല്ലാതെ പിന്നെ ആർക്കാണുള്ളത്? എന്റെ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും തെറ്റുപറ്റിയവർ ഇറങ്ങിപ്പോയാൽ അവർ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആരെയാ അവരെ സ്വീകരിക്കാനുള്ളത്? അതുകൊണ്ട് വീഡിയോ എടുക്കാതെ, ഫോട്ടോ എടുക്കാതെ, ആവശ്യമില്ലാതെ പത്രമാധ്യമങ്ങളിൽ പബ്ലിസിറ്റി വരുത്താതെ നല്ല രീതിയിൽ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ ഭാരതം മുഴുവനും ഹിന്ദുക്കളെ മതം മാറ്റുന്നത്, അതേ രീതിയിൽ ശാന്തമായിട്ട് അങ്ങോട്ട് പോയവരെ ധാർമ്മിക ബോധമുണ്ടാക്കി സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ മാർഗത്തിലൂടെ കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് കുറെ പേര് തിരിച്ചു കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. ഇപ്പോ അത് ഒരു മാസീവായിട്ടുള്ള പ്രസ്ഥാനമായി മാറി. ഈ ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാൻ NSS കരയോഗങ്ങളിലെ അംഗങ്ങളും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കീഴില് SNDP യോഗാംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം ആഹ്വാനം ചെയ്യുമ്പോൾ റാന്നി ഹിന്ദുമത സമ്മേളനത്തിലും അതുപോലെ തന്നെ പാലാ ഹിന്ദുമത സമ്മേളനത്തിലും അനവധി സമ്മേളനങ്ങളിലും ഞാൻ ഈ വരികൾ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്ന അത്ഭുതകരമായ ആനന്ദകരമായ അനുഭവത്തിന് NSS കരയോഗത്തിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വെള്ളാപ്പള്ളി നടേശന്റെ കീഴിൽ SNDP യോഗാംഗങ്ങളും
ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ സമുദായത്തിൽ നിന്ന് പോയവരെ മറ്റു സമുദായാംഗങ്ങളെ, നാടാർ സമുദായാംഗങ്ങളും അതുപോലെയുള്ളവരെയും എല്ലാവരെയും നമുക്ക് അവരവരുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.